എൻ്റെ കൃഷ്ണ, ഗിരിയേട്ടൻ്റെ മോന്ത കണ്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യ. പാവം, മര്യാദയ്ക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമായിരുന്നു. കാണിച്ചു കൊടുക്കാം. അന്നെ നീ തീർന്നടി. ഇതും ആലോചിച്ച് ബെഡിൽ കയ്യും വിരിച്ച് കിടക്കുവായിരുന്നു പവി. പവി പുറകിൽ നിന്നൊരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. നീലെന്തേ എന്ന പാവത്തിൽ പുരികം പൊക്കി പവിനെ നോക്കി നിൽക്കുവാണ്. അതിന് പവി ഒരു വലിച്ചെളിയങ്ങ് കൊടുത്തു. നീ എന്തിനാടി എൻ്റെ ബെഡിൽ കയറി കിടക്കുന്നത്? ഇറങ്ങിപ്പോടി മരമാക്രി എൻ്റെ ബെഡിന്ന്. ഓ, അത്രക്കായോ? എനിക്ക് മനസ്സില്ല. എൻ്റെ കെട്ടിയോൻ്റെ ബെഡിൽ ഞാൻ കിടക്കും. ഇയാൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അതും പറഞ്ഞ് വീണ്ടും നീണ്ടു നിവർന്ന് കിടക്കുവാണ് പവി. മര്യാദയ്ക്ക് ഇറങ്ങിക്കോ. ഇല്ലെങ്കിൽ 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 ഞാൻ നിന്നെ തൂക്കിയെടുത്ത് എറിയും. അയ്യേ, ഒരു മാനേഴ്സും ഇല്ലാത്ത മനുഷ്യൻ. ഓ പിന്നെ തൂക്കിയെറിയാൻ ഞാൻ അരിച്ചാക്കൊന്നുമല്ല. ഒന്ന് പോച്ചേക്കാ. ഇവൾക്ക് ഇത്ര അഹങ്കാരമോ? കാണിച്ചു തരാടി ഉണ്ടക്കണ്ണി. അതും ചിന്തിച്ച് നീള് പോയി പവിയുടെ കയ്യിൽ പിടിച്ച് പവീനെ വലിച്ചു. പ്രതീക്ഷിക്കാത്ത മൊമെൻ്റ് ആയതുകൊണ്ട് തന്നെ പവി ഒന്ന് ഉയർന്ന് പിന്നെ സർവ്വശക്തിയും എടുത്ത് തിരിച്ചു വലിച്ചു. ആ വലിയുടെ കൂടെ നീലും പവിയുടെ മുകളിൽ വന്നു. പവിയുടെ രണ്ടു വശത്തും കൈകുത്തി പിടിച്ച് ബാലൻസ് പിടിച്ചു നിന്നു. പവി നീലിനെ ഇത്ര കടുത്ത് കണ്ട ഷോക്കിൽ കണ്ണും തള്ളി നീലിനെ നോക്കിയിരിക്കലാണ്. നീലാണെങ്കിൽ നീ എഴുന്നേൽക്കുണ്ടോ അതോ? ഓഹോ, എൻ്റെ മുകളിൽ വന്ന് നിന്നതും പോരാ, എന്നിട്ട് എന്നോട് പോവാൻ പറയണോ? ഞാൻ പോകൂല. അതും പറഞ്ഞ് പവി തലചരിച്ച് കിടന്നു. നീല് പവിയുടെ കവിളിൽ പിടിച്ചു മുഖമങ്ങ് വെച്ചു. പവി ഞെട്ടി പണ്ടാരമടങ്ങി. പിന്നെ നീലൊന്നും നോക്കിയില്ല. അവൻ്റെ ചുണ്ടുകൾ പവിയുടെ ചുണ്ടുകളിൽ അമർന്നു. നീൽ പവിയുടെ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ടേയിരുന്നു. പവി എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ശക്തിക്ക് മുന്നിൽ അവൾ തോറ്റുപോയിരുന്നു. പതിയെ അവളും ആ ചുംബനത്തിൽ ലയിക്കാൻ തുടങ്ങി. നീൽ അവളുടെ മേൽ ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവളെ അവനു മീതെയാക്കി. അവളെ എടുത്തുയർത്തി നിലത്ത് നിർത്തി പവിയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. പവി അണച്ചുകൊണ്ട് നീലിനെ മുഖം കാണിക്കാതെ ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ കയറി വാതിലടച്ച് അതിൽ ചാരി നിന്നു. കുറച്ചു മുൻപുണ്ടായ സംഭവം അവൾ ഓർത്തു. അവളുടെ അതിരങ്ങളിൽ നാണം കൊണ്ട് ചിരി പൊട്ടി. ഇതേ സമയം നീൽ ബാൽക്കണിയിലായിരുന്നു. ഞാനെന്ത് പരിപാടിയെ കാണിച്ചേ? അവൾ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? അവളെ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. ഇതിപ്പോ ഓ. നീലിതെല്ലാം ആലോചിച്ച് തലയ്ക്കും കൈ കൊടുത്ത് നിൽക്കുവാണ്. മനസ്സിൽ കുറച്ചു മുൻപ് നടന്ന സംഭവമായിരുന്നു. അവൻ്റെ ആദരങ്ങളിലും ഒരു കുസൃതി ചിരി മുളപൊട്ടി. പവിക്കാണിൽ നീലിനെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ട്. രണ്ടും തമ്മിൽ കണ്ടാലില്ലാത്ത സാധനങ്ങൾ അന്വേഷിക്കുന്ന പോലെ നടക്കുന്നതാണ് പരിപാടി. അങ്ങനെ അന്നത്തെ ദിവസം ഇതുപോലെയൊക്കെ അങ്ങ് പോയി. രാവിലെ നീലിൻ്റെ കൂടെയാണ് പവി ബസ് സ്റ്റോപ്പിൽ പോകുന്നത്. ഗിരിനെ പവി മനഃപൂർവ്വം നോക്കിയതേയില്ല. ഗിരിക്ക് കുറ്റബോധം മൂലം പവിയുടെ മുന്നിൽ വരുമ്പോൾ തലകുനിച്ച് തന്നെ നിന്നു. അത് കാണാത്ത ഭാവം നടിച്ച് പവി പോകും. പവിയാണെങ്കിൽ ആ സംഭവം കഴിഞ്ഞേ പിന്നെ നീലിനെ ഒന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അത് നീലിന് ചെറിയൊരു വേദന ഉണ്ടാക്കി. അതിന് സോറി പറയണമെന്ന് തന്നെ നീല് തീരുമാനിച്ചു. കാറെടുക്കാൻ പോയ നീലടുത്തിരിക്കണ ബുള്ളറ്റ് കണ്ടു. അവൻ തിരിച്ചു വീട്ടിൽ കയറി ബുള്ളറ്റിൻ്റെ കീ എടുത്തു വന്നു. പവി ഇതെന്താ സംഭവമെന്ന് നോക്കി നിൽക്കുവാണ്. ബുള്ളറ്റ് എടുക്കുന്നത് കണ്ട് പവി സന്തോഷം കൊണ്ട് നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യ എന്ന അവസ്ഥയായി. പവിക്ക് ബുള്ളറ്റിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പവിയുടെ ഓരോ ചലനങ്ങൾ അവൾ അറിയാതെ ആസ്വദിക്കുകയായിരുന്നു നീല്. ബുള്ളറ്റ് എടുത്ത് പവിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നീലിന് മനസ്സിലായി. അവൻ ബുള്ളറ്റ് പവിയുടെ മുന്നിൽ കൊണ്ട് നിർത്തി. നമ്മൾ ഇതിലാണോ പോകുന്നേ? പവി ആകാംക്ഷയോട് ചോദിച്ചു. അവളുടെ ആകാംക്ഷയോടെയുള്ള മുഖം കണ്ട് നീലിന് ചിരി വന്നെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പറഞ്ഞു, ഞാൻ ഈ വണ്ടിയല്ലേ എടുത്തേ. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെയല്ലേ പോകുന്നേ, പിന്നെന്തിനാ ചോദിക്കുന്നേ? ഓ എൻ്റെ അമ്മോ, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, അതിന് ഇയാളെന്തിനാ ചാടിക്കടിക്കാൻ വരണേ? അസുരൻ. പവി മനസ്സിലോർത്തു. എന്തേ കയറണില്ലേ? പവി കയറിയിരുന്നു. നീലിൻ്റെ ഷോൾഡർ പിടിച്ചിരിക്കണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ എന്തു ചെയ്യാൻ? അങ്ങനെ അവർ യാത്ര തുടങ്ങി. ബസ് സ്റ്റോപ്പ് വരെ ഒന്നും തന്നെ അവർ തമ്മിൽ സംസാരിച്ചില്ല. നീലിന് സോറി പറയുമെന്നുണ്ടായിരുന്നു. അതിനവന് കഴിഞ്ഞില്ല. പവി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി. നീല് പവിയെ നോക്കാതെ പോയി. ദുഷ്ടൻ, ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെയില്ല. പവി പെറുപിറുത്തു. നീല് പവിയെ കണ്ണാടിയിലൂടെ നോക്കുന്നുണ്ടായിരുന്നു. പവി നേരത്തെ വന്നതുകൊണ്ട് അന്നെത്തിയിരുന്നില്ല. പവി ബസ് സ്റ്റോപ്പിലിരുന്നു. ദൂരെ നിന്ന് എന്തോ ആലോചിച്ച് വിഷമിച്ച് വരുന്ന അന്നയെ കണ്ട് പവിക്ക് ചിരി വന്നു. അന്ന അടുത്തെത്തിയപ്പോൾ പവി ചിരി കടിച്ചു പിടിച്ചിരുന്നു. അന്ന ബസ് സ്റ്റോപ്പിൽ പവി ഇരിക്കുന്നത് കണ്ടില്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ വേറെങ്ങോട്ടോ നോക്കിയിരിക്കുന്ന പവിയെ കണ്ട് അന്ന ഓടി പവിയുടെ അടുത്ത് വന്നിരുന്നു. പവി, എടി ഞാൻ. എന്താ? ആരാ? മനസ്സിലായില്ലല്ലോ. പവി, അന്ന വിഷമത്തോടെ വിളിച്ചു. എന്താ കാര്യം? മനസ്സിലായില്ല. പവി, സോറി.
അന്ന തലകുനിച്ച് പറഞ്ഞു. സോറിയോ? എന്തിനാ എന്നോട് സോറി പറയണേ? അതിന് ഞാനാരാ? പവി. അന്ന ഇപ്പം കരയുമെന്ന അവസ്ഥയിലെത്തി. അപ്പോഴേക്കും ബസ്സും വന്നു. പവി അന്നയെ ഒന്ന് നോക്കിയിട്ട് ബസ്സിൽ കയറി. സാധാരണ ഒരേ സീറ്റിലാണ് അവരിയ്ക്കുന്നത്. പവി ബസ്സിൽ കയറി ഒരു ചേച്ചിയുടെ അടുത്ത് പോയിരുന്നു. അന്നയ്ക്ക് നല്ല വിഷമമായി. കോളേജിൽ കയറിയിട്ടും പവി അന്നയോട് ഒരക്ഷരം മിണ്ടിയില്ല. ഇന്ന് പാർത്തിയെ രണ്ടുപേരും കണ്ടില്ല. അന്ന ഒന്നും മിണ്ടാതെ പവിയുടെ പിന്നാലെ തന്നെ തലകുനിച്ച് നടന്നു. പവിക്ക് വിഷമം വരുന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്കൊരു പണി കൊടുക്കാൻ വേണ്ടിയാണ് പവി ഇങ്ങനെ പെരുമാറുന്നത്. പവി ക്ലാസ്സിൽ കയറി ലാസ്റ്റ് ബെഞ്ചിൽ പോയിരുന്നു. അന്നയും പവിയുടെ അടുത്ത് വന്നിരുന്നു. പവി ഒന്നും മിണ്ടിയില്ല. അന്ന പവിനെ നോക്കിയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ സോറി പറഞ്ഞു. പവി അതൊന്നും മൈൻഡാക്കിയില്ല. കുറച്ച് കഴിഞ്ഞൊരു സാറ് ക്ലാസ്സിൽ വന്നു. പഠിപ്പിക്കാൻ തുടങ്ങി. അന്ന സാറിനെ നോക്കിയപ്പോൾ കരയുമെന്ന അവസ്ഥയിലായിരുന്നു. സാറാണെങ്കിൽ ഇവളെന്താ എന്നെ നോക്കുന്നതെന്ന് വിചാരിച്ച് അന്നയുടെ അടുത്ത് വന്നു. ഹലോ ഡോ, ഇയാൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, എന്താ പറ്റിയേ? സാർ അന്നയോട് ചോദിച്ചു. പവിയാണെങ്കിൽ അന്നയെ നോക്കി ചിരി കടിച്ചമർത്തിയിരുന്നു. അന്ന എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് സാറിനെ നോക്കി പറഞ്ഞു. സാർ അന്നയെ എന്തെന്ന രീതിയിൽ നോക്കി. പിന്നെ അവിടെ ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു. സാറേ, എന്നോട് പവി മിണ്ടണില്ല. അത് പറഞ്ഞ് നിന്നെടുത്ത് തന്നെ ഇന്ന് വിങ്ങി പൊട്ടി കരഞ്ഞു അന്ന. അത് കണ്ട പവി അവളെ പിടിച്ചിരുത്തി. അന്നേ, നീ എന്തീ കാട്ടുന്നേ? അവിടെ ഇരുന്നേ. ആ ക്ലാസ് മുഴുവനും അവരെ നോക്കിയിരുന്നു. സർ, ഒരു കാര്യം ചെയ്യൂ, അന്നയെ കൂട്ടി ഒന്ന് മുഖം കഴുകി ഫ്രഷായിട്ട് വാ. അതും പറഞ്ഞ് സാർ അവിടെ നിന്ന് നൈസായിട്ട് തലയൂരി. പവി അന്നയെ പിടിച്ച് പുറത്തേക്ക് പോയി. അന്ന അപ്പോഴും കരച്ചിൽ നിർത്തിയില്ല. ആ ക്ലാസ് മുഴുവനും അവരെ തന്നെ നോക്കി. പവി എല്ലാവർക്കും ഒരു വളിച്ച ചിരി കൊടുത്തിട്ട് അന്നയെ കൊണ്ട് ഗ്രൗണ്ടിൽ പോയിരുന്നു. അന്ന കരഞ്ഞുകൊണ്ടേയിരുന്നു. പ നിർത്തടി. പവിയുടെ ഒരു ആട്ടായിരുന്നു. അപ്പോൾ തന്നെ അന്ന സ്വിച്ചിട്ട പോലെ കരച്ചിൽ നിർത്തി. പവി വഴക്ക് കൂടി തിരിഞ്ഞിരുന്നു. എടി സോറി, ഞാൻ പറയണമെന്ന് വിചാരിച്ചതാ. പവിയുടെ കയ്യിൽ പിടിച്ച് അന്ന പറഞ്ഞു തീർന്നതും. എന്നിട്ടെന്തേ പറയാതിരുന്നേ? അത് നീ കളിയാക്കുമെന്ന് വിചാരിച്ചു. പിന്നെ നീ എങ്ങാനും എന്നെ തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചു. അതാ സോറി. നിനക്കറിയോ നിങ്ങളുടെ ഇഷ്ടം? ബാക്കി പറയണ്ട, എന്നോട് ഗിരിയേട്ടൻ പറഞ്ഞു. ഹാ, അവളുടെ ഒരു ഗിരിയേട്ടൻ. ഞാൻ വെച്ചിട്ടുണ്ട്. നിന്നോട് ഞാനിപ്പോൾ ക്ഷമിച്ചു. ഇനി എന്തെങ്കിലും പറയാതിരുന്നോ കൊല്ലും ഞാൻ. ഓക്കെ, ഞാനിനി എല്ലാം പറയും. സോറി. ഇനി എന്നോട് മിണ്ടുവോ? അന്നെ കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് എന്ത് വാങ്ങിത്തരും? എന്ത് വേണ്ടെന്ന് നീ പറ. ഈ അന്നെ ഏറ്റു. എന്ന് 2 പഴംപൊരി, 2 വട, ഒരു നാരങ്ങ വെള്ളം. അതെ, ഈ 2 വട ക്യാൻസൽ ആക്കുവോ? ബഡ്ജറ്റില്ല. ദാരിദ്ര്യം പൊട്ടി ഉള്ളത് താ. ആ ഓക്കെ, എന്നാൽ ക്ലാസ് കഴിയട്ടെ. അതും പറഞ്ഞവർ ക്ലാസ്സിൽ പോയി. മേ ഐ കം ഇൻ സർ? യെസ്. 2ൻ്റെയും വഴക്ക് തീർന്നോ? തീർന്നു സർ. പവി അന്നയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു. എന്നാൽ കയറിയിരുന്നു. അന്നയെയും പവിയെയും ആ ക്ലാസ് മുഴുവനും ഇതെന്ത് ജീവി എന്ന രീതിയിൽ നോക്കി. അവരതിന് നല്ല രീതിയിൽ ഇളിച്ചു കാണിച്ചു. അങ്ങനെ ഉച്ചയായി. ഇന്നത്തെ ദിവസം അവർ പാർത്തിയെ കണ്ടതേയില്ല. അവർ ക്യാൻറ്റീൻ പോകാൻ വന്നു. അന്നേരം പാർത്തി ഒരു ഇന്നോവ കാറിൽ നിന്നും ഇറങ്ങി വരുന്നതാണ് കണ്ടത്. എടി പവി, അത് പാർത്തിയേട്ടനല്ലേ? അതെ. പാർത്തി കാലിൽ നിന്നും ഇറങ്ങി പുഞ്ചിരിയോട് അതിലുള്ള ആളോട് എന്തൊക്കെയോ സംസാരിച്ച് തിരിഞ്ഞതും കാണുന്നത് പാർത്തിനെ ഒരു ഫുൾ ബോഡി സ്കാൻ ചെയ്യുന്ന 2 ജോഡി കണ്ണുകളാണ്. അതിൽ പാർത്തി ഒന്ന് പതറിയെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അവരുടെ അടുത്തേക്ക് നടന്നു. ആ കാർ അപ്പോൾ പോവുകയും ചെയ്തു. അല്ല പാർത്തിയേട്ടാ, ആരാ ഇത്? പവി അവനോടായി ചോദിച്ചു. അത് പിന്നെ അച്ഛനാണോ? അതെ, അച്ഛനാ. ആഹാ, എന്നിട്ടെന്താ ഞങ്ങളെ പരിചയപ്പെടുത്താതെ? നിങ്ങളെ അച്ഛനറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് അച്ഛൻ അർജൻറ്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നീലിനെ അന്നെ കാണുന്നത്. നീലിൻ്റെ കൂടെ അർദ്ധയും അന്നയും കണ്ടു. പവി, ദേടി നിന്റെ കണവനെ ആ പെണ്ണും നോക്കി വെള്ളം ഇറക്കാണോ നോക്കിയേ? അന്ന പവിയുടെ ചെവിയിൽ അവൾ കേൾക്കാൻ പാകത്തിന് പറഞ്ഞു. പവി വെപ്രാളത്തിൽ അങ്ങോട്ടേക്ക് നോക്കി. സംശയം ചോദിക്കാൻ വേണ്ടി നിൽക്കുന്ന പിടക്കോഴികളുടെ കൂട്ടത്തിൽ നീലിനെ നോക്കി വെള്ളം ഇറക്കുവാണ്. ഓ, ഇനി എന്തൊക്കെയാണോ പുതിയ അവതാരം. ഇവൾക്കിതെന്തിൻ്റെ സൂക്കേടാ? നിൽക്കണ കണ്ടില്ലേ പെടക്കോഴി. എൻ്റെ കഞ്ഞിയിലെ പാറ്റയാകുമോ? ആയാലേ അവളെ ഞാൻ കോരിയെടുത്ത് പാടത്തേക്ക് എറിയും, പവി മനസ്സിൽ പറഞ്ഞു. എടി, എന്താടി നോക്കണേ? അല്ല, ഇവളെൻ്റെ കഞ്ഞിയിലെ പാറ്റയാകുമോ? ആയാലേ അവളെ നമുക്ക് തല്ലി ഒടിക്കാം. എപ്പടി? കൊച്ചു കള്ളി, ഞാൻ മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. ഹലോ, കുറച്ച് നേരമായാലും 2 കൂടി എന്തോ പെറുപിറുക്കുന്നു. എന്താ കാര്യം? എന്നോടും പറയാമോ? അതൊന്നുമില്ല പാർത്തിയേട്ടാ, ഇവൾക്ക് വിശക്കുവാന്ന്. ഏട്ടൻ വരണ്ടോ? വാ, നമുക്ക് വല്ല ഫുഡും കഴിക്കാം. അല്ലെങ്കിൽ ആന കിടന്ന് അലറും. പവി പറഞ്ഞു നിർത്തിയതും അന്ന പവിയെ നോക്കി ദഹിപ്പിക്കുന്നതാണ് പവി കാണുന്നത്.
അതിനൊരു ക്ലോസപ്പിൻ്റെ പരസ്യം അങ്ങ് വെച്ച് കാച്ചി. പിന്നെ അവരൊരുമിച്ച് ക്യാൻറ്റീനിൽ പോയി. പവിക്കപ്പോഴും കുശുമ്പ് കൂടിക്കൂടി വന്നു. നീല് സ്റ്റാഫ് റൂമിൽ പോകാൻ നേരത്താണ് സംശയമുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നത്. അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് പവിയുടെ കൂടെ പോകുന്ന പാർത്തിയെ കാണുന്നത്. അപ്പോൾ തന്നെ എവിടേക്കെയോ കുശുമ്പ് ഇരച്ചു കയറി. പാർത്തിയുടെ മുഖഭാവം അവന് ചില സംശയം സൃഷ്ടിച്ചു. പിന്നെ എന്തൊക്കെയോ തീരുമാനിച്ച് സ്റ്റാഫ് റൂമിലേക്ക് പോയി. പവിയും പാർത്തിയും അന്നയും ക്യാൻറ്റീനിൽ ഇരിക്കുമ്പോഴാണ് കുറച്ചപ്പുറത്തായി കുറേ സ്റ്റുഡൻസ് കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടത്. എടി അന്നെ, എന്നതാടി അവിടെ പ്രശ്നം? ഇവിടെ ഇരിക്കണ ഞാനെങ്ങനെ അറിയണേ? എന്നെല്ലാവരും വാ, നമുക്ക് പോയി നോക്കാം. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ പവി? ഇവിടെ വല്ലയിടത്ത് ഇരിക്കാൻ നോക്ക്. എന്നാ നീ ഇവിടെ ഇരുന്നു, പാർത്തിയിട്ട വാ, നമുക്ക് പോവാം. അയ്യടാ, എന്നെ ഒറ്റയ്ക്കിരുത്തി പോകാൻ നോക്കണ്ട, ഞാനും വരും. എന്നാ വാ. പവയും അന്നയും വലിയ കാര്യത്തിന് പോയി അവരുടെ പോക്ക് കണ്ടൊരു ചിരിയോടെ പാർത്തിയും പിന്നാലെ പോയി. പവി ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ നുറഞ്ഞു കയറി തലയിട്ട് നോക്കി. റൗഡി പോലെ ഇരിക്കുന്ന കുറേ പേര് അടങ്ങുന്നൊരു ഗ്യാങ്. അവരൊരു പെൺകുട്ടിയെ റാഗിങ് ചെയ്യുന്നതാണ് അവിടെ. ചേട്ടാ, എന്തെവിടെ പ്രശ്നം? പവി അടുത്തുനിന്നൊരു സീനിയർ ചേട്ടനോട് ചോദിച്ചു. അതോ ലെവനും അവൻ്റെ കുറേ വാലുകളും ഒരു പാവം വെച്ചിട്ട് റാഗ് ചെയ്യുന്നതാ. ആ കൊച്ചിനെ പറയാത്ത ഒന്നുമില്ല. ഇനി അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. അത് കേട്ടപ്പോൾ അവ കണ്ണുമിഴിച്ച് അങ്ങോട്ടേക്ക് നോക്കി നിന്നു. പെട്ടെന്നൊരുത്തൻ ആ കൊച്ചിനെ തല്ലാൻ വേണ്ടി കൈ ഉയർത്തിയതും ഈ കാലമാടൻ, ഡോ താനെന്താടെ കാണിക്കണേ? പവി എൻ്റെ കൈ തടഞ്ഞു അവനോട് ചോദിച്ചു. എൻ്റെ കർത്താവേ, ഇവളിന്ന് വാരിക്കൂട്ടും, എത്ര പറഞ്ഞാലും കേൾക്കില്ല. അവസാനം എൻ്റെ തലക്കം കൊണ്ട് ഇടുവല്ലോ കർത്താവേ. അന്ന പവിയെ നോക്കി പിറുപിറുത്തു. പാർത്തിയാണെങ്കിൽ പവിനെ തന്നെ കണ്ണും പിടിച്ച് നോക്കി നിന്നു. ആ സമയം തന്നെ നീല് ദൂരെ നിന്ന് ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഈ പെണ്ണി തന്നെ കാണിക്കാൻ പോകുന്നേ, ഇവൾക്ക് വേറെ പരിപാടിയില്ലേ? എന്തായാലും ഇരുന്ന് വാങ്ങിക്കൊള്ളാം. ദൈവമേ, ഇവളെ കൊണ്ട് തോറ്റു. ഇങ്ങനെ പിറുപിറുത്ത് നീല് പവീനെ തന്നെ നോക്കി നിന്നു. നീ ഏതാടി എൻ്റെ കയ്യിൽ കയറി പിടിക്കാൻ? വിടടി, ഞാൻ ആരാന്ന് നിനക്കറിയില്ല. ഓ പിന്നെ, എനിക്കറിയണമെന്ന് വല്ല ആഗ്രഹമൊന്നുമില്ല. താൻ ആരായാലും എനിക്ക് പുല്ല. താൻ ചെയ്തത് മോശമായി പോയി. നാണയില്ലല്ലോ ഒരു പെണ്ണിനെ തല്ലാൻ കയ്യോങ്ങാനേ. ഡി, ഇതൊക്കെ ചോദിക്കാൻ നീ ആരോടി പുല്ലേ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഇവളെ തല്ലും, ചിലപ്പോൾ കൊല്ലും, വേണമെങ്കിൽ വയറ്റിലുമാക്കും. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമടി? ഇതെല്ലാം കേട്ട് പവിക്കങ്ങ് എരിഞ്ഞു കയറി. അപ്പോഴേക്കും റാഗ് ചെയ്ത പെണ്ണ് ഭയങ്കര കരച്ചില്. താനെന്ത് വൃത്തികേടാണല്ലോ പറയണേ? എന്തേ കേട്ടില്ലേ? അതോ ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടി വെറുതെ ചോദിക്കുന്നതാണോ? ഡോ, പവി അവൻ്റെ നേരെ ചൂണ്ടുവിരൽ ചൂണ്ടി ദേഷ്യത്തോടെ വിളിച്ചു. എൻ്റെ നേരെ കൈ ചൂണ്ടാൻ നിനക്ക് ഇത്ര ധൈര്യമോ? അതിന് പവി അവനെ ഒന്ന് പുച്ഛിച്ച് നോക്കിയിട്ട് പറഞ്ഞു. നല്ല തന്തയ്ക്ക് ജനിച്ചവർക്ക് ഇതുപോലെ ധൈര്യം ഉണ്ടാവും, അല്ലാതെ പെണ്ണിൻ്റെ മെക്കിട്ട് കയറത്തില്ല. അത് പറഞ്ഞത് പവീനെ എടുക്കാൻ അവൻ കയ്യോങ്ങി. പെട്ടെന്ന് തന്നെ നീല അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെ എല്ലാവരും എന്താ ഇങ്ങനെ കൂടി നിൽക്കണേ? എവരിവൺ ഗോ ടു യുവർ ക്ലാസ്. അത് പറഞ്ഞ് നീല എല്ലാവരെയും പറഞ്ഞു വിട്ടു. പവീൻ എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയി. നീലെല്ലാവരെയും പറഞ്ഞു വിട്ട് തിരിഞ്ഞു നോക്കിയത് പാർത്തിയെയാണ്. ദേഷ്യം കടിച്ചമർത്തി അവരുടെ പിന്നാലെ പോകാൻ നിൽക്കുന്ന പാർത്തിയെ നീല അവൻ്റെ അടുത്തേക്ക് വിളിച്ചു. പാർത്തി സംശയത്തിൽ നീലിൻ്റെ അടുത്തേക്ക് ചെന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ കൂടെ പുറത്തു വരാൻ പറ്റുമോ? നീലെടുത്തടിച്ചതുപോലെ ചോദിച്ചു. പാർത്തി ഒന്ന് പതറിയെങ്കിലും അവനതിന് സമ്മതിച്ചു. അങ്ങനെ വൈകുന്നേരമായി. പാർത്തിയെ വെയിറ്റ് ചെയ്ത് നീല് നിന്നു. പാർത്തി നീലിൻ്റെ അടുത്തേക്ക് വന്നു. നമുക്ക് പോകാം പാർത്തി. ഓക്കെ സർ. എന്നാ വന്ന് കയറിക്കോ. ബുള്ളറ്റാണ്. പോകുന്ന വഴിയൊന്നും അവർ തമ്മിലൊന്നും സംസാരിച്ചില്ല. പവിയാണെങ്കിൽ നീൽ ബസ്സിന് പൊക്കോളാൻ പറഞ്ഞതോർത്ത് നിൽക്കുകയാണ്. എന്തോന്നടി കുറേ നേരമായാലും ചിന്തിച്ചിരിക്കണേ? അല്ല അന്നെ, നീ എവിടെ പോയതാ? അത് എനിക്കൊരു കോള് വന്നു. മനസ്സിലായി, ഗിരിയേട്ടനായിരിക്കും. നീ ഇതൊക്കെ എങ്ങനെയാടി കണ്ടുപിടിക്കുന്നേ? നീ മൈൻഡ് റീഡിങ് വല്ലതും പഠിച്ചിട്ടുണ്ടോ? അതൊക്കെയുണ്ട്. എന്നാലും നീലേട്ടനെന്താ ബസ്സിന് പോകാൻ പറഞ്ഞേ? ഒന്ന് നിർത്തൂ, കുറേ നേരമായല്ലോ. അല്ല അതൊക്കെ പോട്ടെ അന്നെ. ഗിരിയേട്ടൻ എന്താ പറഞ്ഞേ? നീ ഗിരിയേട്ടനോട് വഴക്കാന്ന് പറഞ്ഞ് ഒത്തിരി സങ്കടപ്പെട്ടു. കുറച്ച് സങ്കടപ്പെടട്ടെ, അതൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. നീല് പാർത്തിയെ കൊണ്ട് പോയത് ബീച്ചിലായിരുന്നു. അവരവിടെ ഒരു ബെഞ്ചിലിരുന്നു. പാർത്തി, ആദ്യം തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇയാൾ പവിനെ വേദനിപ്പിക്കാൻ വന്നതല്ലല്ലോ? ഇല്ല, ഒരിക്കലുമല്ല. എനിക്കറിയാം പാർത്തിക്ക് മുൻപേ തന്നെ പവിയെ അറിയാമെന്ന്. പാർത്തി പവിനെ നോക്കുന്നതും ആ സമയം നിന്റെ കണ്ണിലെ തിളക്കവുമെല്ലാം അത് വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ നീ എൻ്റെ കാര്യവും മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നീ എല്ലാം മനസ്സിലാക്കിയ പോലെയാണ് എന്നെ കാണുമ്പോൾ എല്ലാം പെരുമാറുന്നത്.
അത് എനിക്കന്ന് ബസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെ മനസ്സിലായി. നീ എന്നെ നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ബാക്കി നീ തന്നെ പറയുന്നതാണ് നല്ലത്. ഇത്രയും നീ പാർത്തിയെ നോക്കാതെ പറഞ്ഞു. പറയാം, ഞാനെല്ലാം പറയാം. ഇനിയും പറയാതിരിക്കാൻ വയ്യ. കാരണം സാറിന് മാത്രമേ എന്നെ സഹായിക്കാൻ കഴിയുകയുള്ളൂ. നീൽ സംശയത്തോടെ പാർത്തിയെ നോക്കി. പാർത്തി ബീച്ചിലേക്ക് നോക്കി പറയാൻ തുടങ്ങി.